ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സണിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. ദിസ് ഈസ് റസിയ ഫ്രം എൻട്രസ്റ്റ് ഓഡിറ്റേഴ്സ്. QFGP ഓർ ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ എന്താണെന്ന് നമുക്ക് നോക്കാം. UAE ഫ്രീ സോൺ പേഴ്സൺ എന്ന് തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതായത് അവർക്ക് കുറച്ച് സ്പെഷ്യൽ അലവൻസും UAE ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UAE കോർപ്പറേറ്റ് ടാക്സ് ലോ പ്രകാരം ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ എല്ലാ ഫ്രീ സോൺ പേഴ്സൺസും അതിൽ ഉൾപ്പെടില്ല. ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ ആവാൻ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ കണ്ടീഷനാണ് ആഡിക്വേറ്റ് സബ്സ്റ്റാൻസ് ഉണ്ടായിരിക്കുക എന്നത്. അതായത് ഇപ്പോൾ ഒരു ഫ്രീ സോൺ കമ്പനിക്ക് അതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ ഫ്രീ സോൺ ഉള്ളിൽ തന്നെ വേണം. അതായത് ബിസിനസ് ഓപ്പറേഷൻസ് വേണം, അതുപോലെ സ്റ്റാഫ് ഉണ്ടായിരിക്കണം, ഓഫീസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തെങ്കിലേ ആഡിക്വേറ്റ് സബ്സ്റ്റൻസ് എന്ന കണ്ടീഷൻസ് മീറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ക്വാളിഫൈങ് ഇൻകം ആയിരിക്കുക എന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. ഇതൊരു ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുമാണ്. അതായത് ക്വാളിഫൈങ് ഇൻകം എന്ന് പറയുമ്പോൾ ഫ്രീ സോൺ പേഴ്സണിന് അനുവദിച്ചിട്ടുള്ള ചില പെർമിറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെ ക്വാളിഫൈങ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുക. ആദ്യം തന്നെ നമുക്കിതിനൊരു 3 കാറ്റഗറി ആയി തിരിക്കാം. അതിൽ ആദ്യത്തെ വരുന്ന കാറ്റഗറിയാണ് ട്രാൻസാക്ഷൻ വിത്തിൻ ഫ്രീ സോൺ പേഴ്സൺസ്. അതായത് ഗുഡ്സ് ഓർ സർവീസസ് സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഫ്രീ സോണിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ആക്ടിവിറ്റീസ്. അതുപോലെ രണ്ടാമത്തേതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഈ ക്വാളിഫൈങ് ആക്ടിവിറ്റീസ്. ക്വാളിഫൈങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെ FTA പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ റീഇൻഷുറൻസ് സർവീസസ്, എയർക്രാഫ്റ്റ് ലീസിംഗ്, ലോജിസ്റ്റിക് സർവീസസ്. ഇങ്ങനെ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് FTAയുടെ ലോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ സംസാരിച്ചു ക്വാളിഫൈങ് ഇൻകത്തെക്കുറിച്ച്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ ക്വാളിഫൈങ് ഇൻകം ഉണ്ടായിരിക്കുകയും ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഇതിനോട് ചേർന്ന് വന്നതാണ്. അതായത് ഡി മിനിമസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഡി മിനിമസ് റൂൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ഇൻകമും നമ്മുടെ കമ്പനിയിൽ, അതായത് ഫ്രീ സോൺ കമ്പനിയിൽ ക്വാളിഫൈങ് ഇൻകം ആയിരിക്കണമെന്നില്ല. ചില ആക്ടിവിറ്റീസൊക്കെ മെയിൻലാൻഡ് കമ്പനീസിന് കൊടുക്കുന്നുണ്ടാവും. ചില ബിസിനസ് മെയിൻലാൻഡ് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ മെയിൻലാൻഡ് ആക്ടിവിറ്റീസ് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% കുറവായിരിക്കുകയും അല്ലെങ്കിൽ 5 മില്യണിൽ താഴെ ആയിരിക്കുകയും വേണം. ഇതിൽ ഏതാണ് ലോവർ എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ്, ഇപ്പോൾ നമ്മൾ 3 കണ്ടീഷൻ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് കണ്ടീഷനാണ് ആഡിക്വേറ്റ് സബ്സ്റ്റാൻസ് ഉണ്ടായിരിക്കുക, രണ്ടാമത്തേത് ക്വാളിഫൈങ് ഇൻകം ആയിരിക്കുക, മൂന്നാമത്തേത് ഡി മിനിമസ് റൂൾ അപ്ലൈ ചെയ്യാം. നാലാമത്തെ കണ്ടീഷനാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് പോളിസീസ് ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ കമ്പനിയിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിലേറ്റഡ് പാർട്ടീസ് ട്രാൻസാക്ഷൻ FTA പ്രതിപാദിച്ചിട്ടുള്ളത് പോലെ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. പിന്നെ അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ എലക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് 9% എലക്റ്റ് ചെയ്യാതിരിക്കണം. 9% എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. അത് ഇലക്ട് ചെയ്യാൻ പാടില്ല. അത് ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇയേഴ്സ് വരെ പിന്നെ നമുക്ക് QFGP അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത്രയും 6 കാര്യങ്ങളാണ് നമുക്ക് QFGP മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. ഈ QFGPയുടെ കണ്ടീഷൻസ് അറിയാതെയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കമ്പനി QFGP മീറ്റ് ചെയ്തിട്ടുണ്ടാകും, എന്നാലും നമ്മുടെ ആക്ടിവിറ്റീസ് ക്വാളിഫൈങ് ഇൻകം ആണോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പലരും 9% ഇലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കമ്പനി QFGPയിൽ ഉൾപ്പെടുന്നതാണോ, അത് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്ര നല്ല ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും, അതായത് 0% നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് കിട്ടുകയാണ്, എന്നിട്ട് പോലും ഇത് അറിയാതെ കറക്റ്റായിട്ട് എലക്ട് ചെയ്യാതെ 9% കൊടുത്തവരുണ്ട്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അതായത് എന്തെങ്കിലും ടാക്സ് കൺസൾട്ടേഷനോ ടാക്സ് അസസ്മെൻറ്റിനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ക്വാളിഫൈങ് ഇൻകത്തെക്കുറിച്ചും ക്വാളിഫൈങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്.
ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.